ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വിഷയം വിശുദ്ധ കുർബാന ദൈവിക രക്ഷാ പദ്ധതിയുടെ ആഘോഷം എന്നതാണ്. ഇതിന് ആധാരമായ വേദവാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പെസഹ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. യഹൂദ മതത്തിലെ ഒരു പ്രധാന പെരുന്നാളാണ് പെസഹ. ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്ന് പുരാതന ഇസ്രായേൽ ജനത മോചിതരായ പുറപ്പാട് പുസ്തക കഥയെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളാണ് ഇത്. ചില ചിന്തകൾ പങ്കുവയ്ക്കാം. രക്ഷകൻ അപ്പമായി തീർന്നതിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിനമാണ് പെസഹ. രണ്ടാമത്, കഴുകലിന്റെയും കടപ്പാടിന്റെയും എളിമയുടെയും ദിനമാണ് പെസഹ. കർത്താവ് തന്നെ ജീവനും ആത്മാവുമായി നൽകിയതിന്റെ ഓർമ്മയാണ് പെസഹ. വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ നിത്യ സാന്നിധ്യത്തിന്റെ ഓർമ്മയാണ്. വിശുദ്ധ കുർബാനയുടെ ആരംഭമാണ് പെസഹ ദിനം. പെസഹ ദിനത്തിലെ മേശ ദൈവരാജ്യത്തിന്റെ പ്രതീകമാണ്. യാതൊരുവിധ വലുപ്പ ചെറുപ്പമില്ലാതെയാണ് യേശുവിന്റെ ആതിഥേയത്തിൽ അത് ഒരുക്കപ്പെടുന്നത്. ഓരോ പെസഹ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവിക സ്നേഹത്തിന്റെയും കരുതലിന്റെയും നല്ല പാഠങ്ങളാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കുമാറാകട്ടെ. ആമീൻ.